ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. യൂണിക്കോണുകളുടെ നിയമനങ്ങളിൽ വൻ വർധന. ഈ ജനുവരിയിൽ 25% വർധന റിപ്പോർട്ട് ചെയ്തു. $1 ബില്യൺ മൂല്യമുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റാർട്ടപ്പുകളാണ് യൂണിക്കോൺസ്. 2025 ജനുവരിയിലെ നൗകരി ജോബ് സ്പീക്ക് സൂചിക പ്രകാരം ഈ പ്രവണത ഒന്നിലധികം മേഖലകളിലായി വ്യാപിച്ചിരിക്കുന്നു. ഈ വർഷം ബാങ്കിംഗ്, ഫിനാൻഷ്യൽ യൂണിക്കോൺ 35% വളർച്ചയും IT യൂണിക്കോൺ 16% വളർച്ചയും നേടി. വൈറ്റ് കോളർ നിയമനങ്ങളിൽ ജനുവരിയിൽ 4% വളർച്ചയുണ്ടായതായി റിപ്പോർട്ട് പറയുന്നു. IT നിയമനങ്ങൾ താരതമ്യേന കുറവാണെങ്കിലും ജയ്പൂർ പോലുള്ള വളർന്നുവരുന്ന ടെക് ഹബ്ബുകളിൽ IT നിയമനങ്ങളിൽ 38% വളർച്ചയുണ്ടായി. കഴിഞ്ഞ മാസം പുതുമുഖ നിയമനങ്ങളിൽ 3% വളർച്ചയുണ്ടായി. IT ഇതര മേഖലകളാണ് ഇതിന് കാരണമായത്. ബ്യൂട്ടി വെൽനസ് മേഖലകളിൽ പുതുമുഖ നിയമനങ്ങളിൽ 21% വളർച്ചയുണ്ടായി. അതേസമയം KPO, ഗവേഷണം, അനലറ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ എൻട്രി ലെവൽ തസ്തികകളിൽ യഥാക്രമം 26%, 18% വളർച്ചാ നിരക്ക്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്ത ഐഫോൺ ഉപയോക്താക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഏറ്റവും പുതിയ വേർഷനിലേക്ക് മാറിയില്ലെങ്കിൽ ഡിവൈസുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ iOS 18.3 മുൻപുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവർക്കാണ് മുന്നറിയിപ്പ്. അപ്ഡേറ്റ് ചെയ്യാത്ത ഐപാഡുകളും ആപ്പിൾ വാച്ചുകളും മാക് കമ്പ്യൂട്ടറുകളും സഫാരി വെബ് ബ്രൗസറും ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് ബാധകമാണ്. പഴയ സോഫ്റ്റ്വെയർ വേർഷനുകളിലുള്ള ആപ്പിൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിലുള്ള അപകട സാധ്യതയെ ഹൈറിസ്ക് ഗണത്തിലാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മതിയായ അപ്ഡേഷനുകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഹാക്കർമാർ ആപ്പിൾ ഡിവൈസുകളിലേക്ക് നുഴഞ്ഞുകയറുകയും വ്യക്തിവിവരങ്ങൾ അടക്കമുള്ളവ കൈക്കലാക്കുകയും ചെയ്തേക്കാം. ഇത് വലിയ സൈബർ ഭീഷണി സൃഷ്ടിക്കുമെന്നും സെർട്ടിൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നിലവിലെ സുരക്ഷാ പിഴവ് മറികടക്കാനുള്ള മാർഗങ്ങൾ ആപ്പിൾ ഐഫോണുകളുടെയും ഐപാഡുകളുടെയും ആപ്പിൾ വാച്ചുകളുടെയും മാക് കമ്പ്യൂട്ടറുകളുടെയും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനാലാണ് എത്രയും വേഗം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ സെർട്ടിൻ ഉപഭോക്താക്കളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2025 വിൽപ്പനയിൽ 1ാം സ്ഥാനം തുടർന്ന് ജനപ്രിയ മിഡ് സൈസ് SUV-യായ ഹുണ്ടായി ക്രെറ്റ. 18,522 യൂണിറ്റുകളാണ് കഴിഞ്ഞ മാസം കമ്പനി വിറ്റഴിച്ചത്. ക്രെറ്റയുടെ ഏറ്റവും വലിയ പ്രതിമാസ വിൽപ്പനയാണിത്. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ കാർ വിപണിയിൽ എതിരാളികളെ വിറപ്പിക്കുന്ന പ്രകടനമാണ് ക്രെറ്റ കാഴ്ചവെക്കുന്നത്. 2023 1,57,311 യൂണിറ്റുകളാണ് ഹ്യുണ്ടായി വിറ്റഴിച്ചത്. ഇന്ത്യയിൽ ഒരു മിഡ് സൈസ് SUV ഒരു കലണ്ടർ വർഷത്തിൽ നേടുന്ന ഏറ്റവും വലിയ വിൽപ്പനയായിരുന്നു ഇത്. 2024 സ്വന്തം റെക്കോർഡ് ക്രെറ്റ മറികടന്ന് 1,86,919 യൂണിറ്റുകളുടെ വിൽപ്പന നടത്തി. മാരുതി സുസുക്കി ഗ്രാൻഡ് വിത്താര, കിയ സെൽറ്റോസ്, ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ, ഹോണ്ട എലവേറ്റ്, സ്കോഡ കുഷാക്, ഫോക്സ് വാഗൺ ടൈഗൂൺ, MG ആസ്റ്റർ എന്നീ വമ്പന്മാരെ മറികടന്നാണ് വിപണിയിൽ ക്രെറ്റയുടെ തേരോട്ടം. ഇലക്ട്രിക് മോഡൽ കൂടി എത്തിയതോടെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർത്ത 2025 പുതുചരിത്രം സൃഷ്ടിക്കാനാകുമെന്നാണ് ഹ്യുണ്ടായി പ്രതീക്ഷിക്കുന്നത്. 2015 ഹ്യുണ്ടായി ഇന്ത്യയിൽ അവതരിപ്പിച്ച ക്രെറ്റ പെട്രോൾ, ടർബോ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് പവർ ട്രെയിനുകളിലാണ് വിപണിയിലുള്ളത്. 2024 ജനുവരിയിൽ വാഹനത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പും ഇന്ത്യൻ വിപണിയിലെത്തി. ഫീച്ചറുകളാൽ സമ്പന്നമായ ഈ വാഹനത്തിൽ 70 കണക്റ്റഡ് ഫീച്ചറുകൾ നൽകിയാണ് ഹ്യുണ്ടായി സാങ്കേതിക തികവ് തെളിയിച്ചത്. അഡാസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഈ വാഹനത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തങ്ങളുടെ മൊബൈൽ വരിക്കാർക്കായി നൂതന ഇന്റർനെറ്റ് TV സേവനമായ BITV അവതരിപ്പിച്ച് BSNL. പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ OTT പ്ലേയുമായി സഹകരിച്ചാണ് സൗജന്യ സേവനം നൽകുന്നത്. BSNL മൊബൈൽ ഉപയോക്താക്കൾക്ക് പ്രീമിയം ചാനലുകൾ ഉൾപ്പെടെ 450-ലധികം ലൈവ് TV ചാനലുകൾ BITV-യിലൂടെ കാണാൻ സാധിക്കും. പുതുച്ചേരിയിലെ വിജയകരമായ പരീക്ഷണത്തിന് ശേഷമാണ് രാജ്യവ്യാപകമായി ഈ സേവനം BSNL അവതരിപ്പിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഭക്തി, ഫ്ലിക്സ്, ഷോർട്ട് ഫ്രണ്ട്ലി, കാഞ്ചലങ്ക, സ്റ്റേജ്, OMTV, പ്ലേഫ്ലിക്സ്, ഫാൻകോഡ്, ഡിസ്ട്രോ, ഹബ് ഹോപ്പർ, റൺ TV തുടങ്ങിയ OTT-കളും 450-ലധികം ലൈവ് TV ചാനലുകളും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും വെബ് സീരീസുകളും ആസ്വദിക്കാൻ കഴിയും. BITV-യിലൂടെ എല്ലാ BSNL ഉപഭോക്താക്കൾക്കും ഏത് പ്ലാൻ ഉപയോഗിച്ചാലും അധിക ചാർജുകളൊന്നും ഈടാക്കാതെ എപ്പോൾ വേണമെങ്കിലും എവിടെയും സൗജന്യമായി സേവനം ഉപയോഗിക്കാം. ലോക നിലവാരത്തിലുള്ള വിനോദ പരിപാടികൾ നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് OTT പ്ലേയുടെ സഹസ്ഥാപകനും CEO-യുമായ
അവിനാശ് മുതലിയാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയ ട്രംപിന്റെ നടപടി ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രോണിക് കയറ്റുമതിക്ക് ഗുണകരമായേക്കുമെന്ന് വിലയിരുത്തൽ. സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 10% അധിക തീരുവയാണ് ചുമത്തിയത്. മുൻപ് തീരുവ ഒഴിവാക്കിയിരുന്ന സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അമേരിക്ക ഇപ്പോൾ തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ നിർമ്മിത ഐഫോൺ അടക്കമുള്ളവയുടെ കയറ്റുമതി കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം തീരുവയുടെ പേരിലുള്ള അധിക കയറ്റുമതി കൂടുതൽ നാൾ തുടരാനിടയില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ദീർഘകാല വാണിജ്യ കരാറുകൾക്ക് രൂപം നൽകാൻ ഇന്ത്യ നടപടിയെടുക്കണമെന്ന് ICEA ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന അധിക തീരുവ ഇന്ത്യക്ക് വലിയ അവസരമാണെന്ന് ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക് അസോസിയേഷൻ ചെയർമാൻ പങ്കജ് മൊഹീന്ദ്രു പറഞ്ഞു. ഈ അവസരം മുതലാക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയ്ക്ക് പുറമെ ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരുവയിൽ നിന്ന് ഒഴിവാകാൻ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണുകളാകും കൂടുതൽ കയറ്റുമതി ചെയ്യുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈന നിർമ്മിക്കുന്ന ഭീമൻ ഉപഗ്രഹ അന്തർവാഹിനിയുടെ ചിത്രങ്ങൾ പുറത്ത്. അതീവ രഹസ്യമായാണ് അന്തർവാഹിനി നിർമ്മിക്കുന്നത്. 148 അടി നീളവും 15 അടി വീതിയുമുള്ള ഭീമൻ അന്തർവാഹിനിക്ക് മുൻപൊരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത തരം രൂപകൽപ്പനയാണുള്ളതെന്ന് പ്രശസ്ത നാവിക വിദഗ്ധനായ HI സട്ടൺ പറഞ്ഞു. വലിയ X രൂപത്തിലുള്ള റഡറുകൾ കപ്പലിന് ആധുനിക രൂപം നൽകുന്നു. 2019 ഷാങ്ഹായിൽ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യ പായ്വഞ്ചിയില്ല കപ്പലിന്റെ മാതൃകയാണ് ഇതിനെന്നുമാണ് വിലയിരുത്തൽ. സൈനിക ഉപകരണങ്ങൾ രഹസ്യമായി നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരാണ് ചൈന. ഉൽപ്പന്നം പൂർണ്ണമായി നിർമ്മിക്കാതെ അതിന്റെ സവിശേഷതകളും ചൈന പുറത്തുവിടാറില്ല. സാധാരണയായി നിർമ്മിക്കാറുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളേക്കാൾ ചെറുതായതിനാൽ ഈ കപ്പൽ ആഴം കുറഞ്ഞ ജലപ്രവർത്തനങ്ങൾക്കായിരിക്കാം ഉപയോഗിക്കുക. പുതിയതിന് ടോർപിഡോ ട്യൂബുകളും സോണർ അറയും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തന്നെ ഇവയ്ക്ക് മറ്റ് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാനും സാധിക്കുമെന്നും HI സട്ടൺ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.